ഇതൊരു തിരിച്ചറിവിൻ്റെ കഥയാണ്. ഒരു സാധാരണക്കാരൻ്റെ തിരിച്ചറിവിൻ്റെ കഥ. ഗബ്രിയുടെ ദർശനം. ഒരു തെറ്റുതിരുത്തലിൻ്റെ തിരിച്ചറിവ്. ഇതെന്നാ വർഗീസേ നേരത്തെ കയറി പോണേ? എന്റെ കൊച്ചിന് ഫീസ് കൊടുക്കുന്ന ദിവസമായിരുന്നു. ആ എന്നാ പൊക്കോ നേരത്തെ. എടാ കുട്ടാ, ദേ വരുന്നു, നിക്കടാ. ദേ വരുന്നു, നിക്ക മോനെ, ദേ വരുന്നു അമ്മ. അമ്മേ പോവാണേ, ടാറ്റാ. അപ്പാ, എന്തോ ഒരു ഇന്റർവ്യൂ ഉണ്ട്, പോയിട്ട് വരാം. ദേ മോനെ, പ്രാർത്ഥിച്ചിട്ട് പോ. അമ്മേ, എന്താടാ, എന്താ പറ്റിയേ? എന്താടാ, ആ, എന്താ പറ്റിയ മോനെ? അറിയില്ല, ഒരു സ്വപ്നം കണ്ടു. ദേ എന്നടാ പറ്റിയേ? ദേ ഇത്തിരി വെള്ളം കുടിച്ചോ. ഒന്നും പറ്റിയില്ല. ദേ, കുടി. കുരിശ് വരച്ചാണോടാ കിടന്നേ? ഇല്ല, കുരിശ് വരയ്ക്കണമെന്ന് പറഞ്ഞാലേ സമയം കിട്ടില്ലല്ലോ പിള്ളേർക്ക്. ആ അതെ, ഇത് ഗബ്രി വർഗീസിന്റെ വീടല്ലേ? ഒരു രജിസ്റ്റർ അതെല്ലോ. ഒന്ന് ഒപ്പിട്ട് തരേ. എവിടെ? ഇവിടെ. ആ ശരി. അമ്മേ, അപ്പേ ഇങ്ങ് വാ. അപ്പേ, എനിക്ക് ജോലി കിട്ടി അപ്പേ. എവിടെ? അപ്പേ, ഇവിടെ അടുത്തുള്ള കമ്പനിയിലാന്നാ പറഞ്ഞേ. എനിക്ക് നാളെ തന്നെ ജോയിൻ ചെയ്യണം. അമ്മേ, ഇത് കണ്ടോ? എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു മോനെ. വെൽക്കം ഗബ്രി, വെൽക്കം. താങ്ക് യു. ഇതാണ് താങ്കളുടെ ഓഫീസ്. എല്ലാവിധ ആശംസകളും നേരുന്നു. സ്വന്തം പോലെ കരുതി എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുക. പേടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവർ സഹായിച്ചോളൂ. എല്ലാവിധ ആശംസകളും. നന്നായി ചെയ്യണം. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം സാർ. ഇതാണ് നിങ്ങളുടെ ക്യാബിൻ. ഹലോ, എൻ്റെ പേര് ഫ്രാൻസിസ്. ഞാൻ ഇവിടുത്തെ Nice to meet you. ആ ഓക്കെ, താങ്ക് യു. എന്റെ പേര് ജോണി. എങ്ങനെ? ജോണി, ആ, വെൽക്കം. ബാക്കിയുള്ളവരെ വഴിയെ പരിചയപ്പെട്ടോളാം. എടാ മോനെ, കഴിച്ചിട്ട് പോടാ. വേണ്ട, എങ്ങോട്ടാ? ഇവിടം വരെ ഉള്ളൂ. എപ്പോ വരും? നിനക്ക് എന്താടാ പറ്റിയേ? കുറച്ച് നാളായല്ലോ, മിണ്ടാട്ടോ ഇല്ല, പറച്ചിലും ഇല്ല. നിന്റെ അപ്പനും അമ്മയും അല്ലേ ഞങ്ങൾ. എടാ, എന്താണേലും കാര്യം പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന് മിണ്ടായിരിക്കാവോ?
അപ്പൻ്റെ മുമ്പിലാണോടാ കാല് കയറ്റി വെക്കണേ? താത്തി വെക്കടാ കാല്. പറഞ്ഞത് കേട്ടില്ലടാ നിന്നോടാ, കാല് താത്തി വെക്കടാ. ശല്യം. ആ ആരിത്? അഗസ്റ്റിനോ? എന്നൊക്കെയുണ്ട് വിശേഷം? എന്നുകൊണ്ട് വാർത്തകൾ? ജോലിക്ക് എങ്ങനെ പോണു? ഓ എന്നാ പറയാനാടാ, ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാ, ഒരു സുഖമില്ല. എടാ ഇപ്പോൾ എവിടെയാണ് താമസം? ഓ ഇപ്പൊ എവിടെയാടാ? എടാ നിനക്ക് ജോലിയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ജോലി തരപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ഓ വലിയ ഗുണമൊന്നുമില്ലാന്നേ, ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാ. ആ ആ ദേ അപ്പനും അമ്മയൊക്കെ എന്നാ പറയണു? ഓ അവരെ എന്നാ പറയാൻ, അവരെ കൊണ്ട് ഞാൻ മടുത്തിരിക്കുക. എപ്പോഴും കിടന്ന് മോനെ മോനെ എന്ന് വിളിയാ. ഞാൻ ഇവരെ കൊണ്ട് മടുത്തടായി, എപ്പോഴും കിടന്ന് ഉപദേശ. എടാ നിനക്ക് അവരെ നോക്കാൻ പറ്റില്ലെങ്കിൽ നീ അവരൊരു വില്ലയിലോ ഓൾഡ് ഏജ് ഹോമിലോ കൊണ്ടേ ആക്ക്. നീയും ഹാപ്പി, അവരും ഹാപ്പി. എടാ ഇതൊരു ഓൾഡ് ഏജ് ഹോമിന്റെ നമ്പറാ, നീ ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. ആ ഇന്ന് നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിച്ചാലോ? മോൻ ഇവിടെ ഉണ്ടല്ലോ. ഏ പുറത്തു പോകാന്നോ? ആ ഭക്ഷണം കഴിക്കാന്നോ? ആ എൻ്റെ ദൈവമേ, 30-35 വർഷമായി ഞാനിവിടെ വന്നിട്ട് ഇന്ന് വരെ ഒരു ദിവസമെങ്കിലും പുറത്തു പോകുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പോയാ പറയാം പോയിന്ന്. അപ്പ അമ്മേ, എന്താ എനിക്ക് മോനെ? നിങ്ങളോടൊരു കാര്യം എന്താ പറയാനുണ്ടായിരുന്നു. മോനെ? എനിക്ക് ഒരു മെച്ചപ്പെട്ട ജോബ് ഓഫർ വന്നിട്ടുണ്ട്. അത് നല്ല കാര്യമല്ലേ? അപ്പോൾ എനിക്ക് കുറച്ചു കാലം ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വരും. അതിന് മോൻ എന്തിനാ വിഷമിക്കുന്നേ? ഒരു 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അല്ല, എനിക്ക് കുറച്ച് അധിക കാലം ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളെ നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാവും. നിങ്ങളെ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാന്നോർത്താ. അപ്പോൾ ഞാൻ നിങ്ങളെ ഇടയ്ക്കൊക്കെ വന്ന് കണ്ടോളാം. ഹാ ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? എല്ലാരും കഴിച്ചിട്ട് പോയല്ലോ. ഒന്നും വേണ്ട മോളെ. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ കഴിച്ചേ, ബാക്കി എല്ലാരും പോയല്ലോ. ഒന്നും തൊണ്ടേന്ന് ഇറങ്ങുന്നില്ല മോളെ. അത് സാരമില്ലാന്നേ, മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ. അസുഖമൊക്കെ വരാൻ നമുക്ക് നോക്കണ്ടേ. ഭക്ഷണം കഴിക്ക്. എന്തിനാ മരുന്ന് കഴിക്കുന്നത്? സാരമില്ലെന്നേ, അവൻ അടുത്ത ദിവസം ഇങ്ങ് വരില്ലേ. വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ആഹാരം കഴിക്ക്. എല്ലാരും പോയി. എൻ്റെ മക്കളെ, എൻ്റെ അമ്മ ഇവിടെ നിന്നോട്ടെ അമ്മ. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വരെ പോയിട്ട് വരട്ടെ. അതിന് ഞാനും വരാടാ. അമ്മ വന്നു കഴിഞ്ഞാൽ അവളെ വണ്ടി കയറില്ല അമ്മ. അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ ഇവിടെ ഇരുന്നോട്ടോ. എന്നാൽ ഞാനിവിടെ ഇരിക്കാം. എത്ര നാളായി എൻ്റെ മോൻ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയിട്ട്. ഒരു നോക്ക് കാണാൻ എത്ര നാളെ എൻ്റെ മോനെ കണ്ടിട്ട്.
ഇത്രയും പാടിയച്ച് ഞാൻ വളർത്തിയിട്ട് ഞാൻ ആ മന്ദിരത്തിൽ കൊണ്ടുപോയിട്ടിട്ട് പോയല്ലോ. അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ലല്ലോ ദൈവമേ. എന്റെ മോനൊന്ന് കാണാൻ ഈ വിധി എനിക്ക് വന്നല്ലോ ദൈവമേ. ഇത്രയും പാട് കഴിച്ച് ഞാൻ വളർത്തി, ഇത്രയും കഷ്ടപ്പെട്ട് പാടി വെച്ച് വളർത്തിയിട്ട് അനാഥ മന്ദിരത്തിൽ കിടക്കേണ്ട കാലം വന്നല്ലോ ദൈവമേ. എന്നാലും എൻ്റെ അപ്പ, നമുക്ക് ഈ ഗതി വന്നില്ലേ? നമ്മൾ വളർത്തിയ മകനല്ലേ നമ്മുടെ മകൻ. അവൻ നമ്മളിവിടെ കൊണ്ടാക്കിയില്ലേ? നമുക്കിനി ആരാ ഉള്ളേ? മരണം വരെ നമ്മൾ ഇനി ഇവിടെ കിടക്കണം. ഇല്ലെന്നേ, അവൻ വരും. നമ്മുടെ മോനല്ലേ, അവൻ വരാതിരിക്കത്തില്ല. അവൻ തീർച്ചയായിട്ടും നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. സാറേ, സാറേ, എല്ലാവരും പോയി. അമ്മേ, ഹലോ. എടാ ഗബ്രി, എവിടെയാടാ? ആ, ഇതാരടാ ഈ വിളിക്കണേ? എടാ ഞാനാ, സേവിയാടാ. ആ ആ ഞാൻ ചെറിയൊരു മയക്കത്തിലായിരുന്നോടാ. ആ, എന്നായിരുന്നോടാ? നീ എവിടെയാ, വീട്ടിലുണ്ടോ? ആ, ഞാൻ വീട്ടിലുണ്ട്. എടാ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കൂടിയാലോ? ആ, ഇന്നെനിക്കൊരു മൂഡില്ലല്ലോടാ. എടാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നമ്മൾ സ്ഥിരം കൂടുന്ന സ്ഥലം, നീ വന്നിരിക്കണം. ഞാൻ അടുത്ത ആഴ്ച തിരിച്ചു പോകും. ആ, ഞാൻ വരാം. എടാ വൈകുന്നേരം വന്നം, മറക്കല്ലേ? ആ ആ ആ ശരി ശരി. എടാ ഗബ്രി, എന്നാ ഉണ്ട്? സുഖാടാ. ഇരിക്ക്. എന്നാ ഉണ്ട് പിന്നെ വിശേഷമൊക്കെ? സുഖാടാ, ഇങ്ങനെ പോണു. നിന്റെ ജോലിയും കാര്യമൊക്കെ എങ്ങനെ പോണു? ഓ, അടുത്ത മാസം അലവൻസ് കൂട്ടിത്തരാന്നൊക്കെ പറയണേ. ആ അതെല്ലേ. എന്ത് പറ്റി, നിനക്കൊരു മൂഡ് ഓഫ് പോലെ? ഏയ് ഒന്നുമില്ലടാ. ആ ഒന്നുമില്ല. പിന്നെ നിന്റെ വിദേശ ജീവിതമൊക്കെ എങ്ങനെ പോണു? ആ സുഖമായിട്ട് പോണൂടാ. അടുത്ത വരവിന് അപ്പനമ്മേനെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നു. ആ ശരി. ആ ഹലോ അമ്മേ, ഞാൻ ദേ ഇപ്പോൾ വരാട്ടോ. ആ അമ്മേ, ആ അമ്മേ ദേ വരുന്നു, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കുറേ നാൾ കൂടിയാണ് അപ്പൻ്റെ അമ്മയുടെ കൂടെ ക്രിസ്മസ് കഴിക്കണം. അവരുടെ കൂടെ അത്താഴം കഴിക്കണമെന്ന് അവർക്കൊരേ ആഗ്രഹം. 8 ആകുമ്പോഴേക്കും ഞാൻ പോവേ. ആ ആടാ. ആ, ഒരാഴ്ച നീ ഇവിടെ ഉണ്ടല്ലോ, വിട്ടോ. എന്നാൽ ശരിടാ, കാണാം. ആ ബൈ. സ്വന്തം സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി ഉപേക്ഷിച്ചു, ഒഴിവാക്കി. അവരെ കൊണ്ടുവിട്ടതല്ലാതെ എന്നെങ്കിലും നീ അവരെ വിളിച്ചിട്ടുണ്ടോ? നിന്റെ വിളിയും ഓർത്ത് ആ പാവങ്ങൾ എത്ര നാൾ കാതോർത്തിരിക്കും? നമ്മളാണ് അവരെ മനസ്സിലാക്കേണ്ടത്. നിനക്ക് ഓർമ്മയില്ലേ നിന്റെ കുഞ്ഞുനാൾ? എത്ര കഷ്ടപ്പെട്ടാണ് അവർ നിന്നെ വളർത്തിയത്, എത്ര ബുദ്ധിമുട്ടിയാണ് അവർ നിന്നെ മുന്നോട്ട് നയിച്ചത്.
ഹലോ 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 കേൾക്കാവോ? ഹലോ, ഇത് ശാന്തി ഭവൻ ഓൾഡ് ഏജ് ഹോം ആണോ? അതെ, ശാന്തി ഭവനാണല്ലോ. ഹലോ, എൻ്റെ അച്ഛനൊന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ഏതപ്പനാടോ? ഇത്തിരി അപ്പന്മാരുണ്ടല്ലോ ഇവിടെ. ഹലോ, എൻ്റെ അച്ഛൻ്റെ പേര് വർഗീസ് എന്നാ. വർഗീസ്. വർഗീസോ? ഏത് വർഗീസ്? ആ, നിങ്ങൾക്ക് ഒന്ന് കൊടുക്കാൻ പറ്റുമോ? ഒന്ന് സംസാരിക്കാനായിരുന്നു. ഇതിന് സമയം നേരമൊക്കെ ഉണ്ടല്ലോ. 10-12 മണി ആയില്ലേ? ഇപ്പോൾ അവർ കിടന്നുറങ്ങിക്കാണും. ആ, ഒന്ന് സഹായിക്കുക. ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം. ആ, നമ്പർ എത്താ കൊടുക്കാം. ആ, അവരോടൊന്ന് നമ്പർ കൊടുത്തിട്ട് ഒന്ന് വിളിക്കാൻ പറയണം കേട്ടോ. ഇത്ര അത്യാവശ്യക്കാരനാണ് ഇവിടെ കൊണ്ടുവിടേണ്ട ആവശ്യമുണ്ടോ? ഹലോ 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 ഗബ്രി അല്ലേ മോനെ? ആ അതെ അപ്പാ. അപ്പനാടാ വിളിക്കണേ? ആ നിനക്ക് സുഖമാണോടാ? ആ സുഖാ അപ്പാ. ഏ? അപ്പാ അമ്മ എന്ത്? അമ്മയുടെ കയ്യിലൊന്ന് കൊടുക്കാവോ? ആ ഇതാ ഞാൻ സംസാരിക്കാം. മോനെ. അമ്മേ അമ്മേ ഞാൻ. എടാ കൂട്ടാ, ആ നീ അമ്മേ എന്നെടുക്കോടാ? ഒന്നും എടുക്കല്ലോ അമ്മേ. നിനക്ക് സുഖമാണോ? ആ സുഖമായിട്ടിരിക്കണു. എന്നാടാ നീ ഇങ്ങോട്ട് വന്നേ? അമ്മ അടുത്ത ദിവസം തന്നെ ഞാൻ അങ്ങോട്ട് വരും. നീ ഭക്ഷണം കഴിച്ചോടാ? ആ അമ്മ ഞാൻ കഴിച്ചു. നീ സമയത്ത് കഴിക്കുന്നുണ്ടോ? ആ കഴിക്കണ്ട്. ഉറങ്ങണുണ്ടോ? ആ എന്റെ മോനെ കണ്ടിട്ട് എത്ര നാളായി. ആ ഞാൻ നാളെ തന്നെ നിങ്ങളെ കൂട്ടാൻ വരും. ആണോ? ആന്നേ. എന്നടാ നീ നമ്മളെ കൊണ്ടുപോകാൻ വരുന്നു? എന്നാ മോനെ വരുന്നേ? നാളെ തന്നെ ഞാൻ വരും. ആ ആയിക്കോട്ടെ. ആ ശരി. ഞാൻ അപ്പൻ്റെ കൈ കൊടുക്കാം കേട്ടോ. ആ ഗബ്രി, ആ നീ അപ്പാ എന്നാ മോനെ വരണേ? ഞാൻ നാളെ വരാം. മോനെ നീ വരുമല്ലോ അല്ലേ? ആ ഞാൻ ഉറപ്പായിട്ടും വരും. ഞങ്ങൾ കാത്തിരിക്കും കേട്ടോ. ആ ഓക്കെ മോനെ, ഓക്കെ ശരി. സന്തോഷമായിട്ടോ അപ്പനും അമ്മയ്ക്കും. ഓക്കെ ശരി. എന്നാലും അവസാനം നമ്മുടെ മോൻ നമ്മളെ തിരിച്ചറിഞ്ഞല്ലോ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ അപ്പനും അമ്മയും കൂടെയുള്ളപ്പോൾ ഞാൻ എത്ര സന്തോഷവാനാണ്. ഇതൊരു മെസ്സേജായിട്ടൊന്നും കാണണ്ട, പക്ഷേ ഇതാ ഇപ്പം എൻ്റെ ജീവിതം, എൻ്റെ കാണപ്പെട്ട സ്വർഗം.